ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വ ക്ഷമയുടെ പുതിയ എപ്പിസോഡിലെ മണിയറയിലെത്തുന്ന വരുൺ എന്തു പറഞ്ഞിട്ടും പ്രിയ തിരിയുന്നില്ല. അപ്പൊ വരുൺ ചോദിക്കും, എടോ ഇതെന്താ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് താൻ തിരിച്ചൊന്നും പറയാത്തത്, ഒന്നും മിണ്ടാത്തത്? ദേ ഇത് ബോറാണ് കേട്ടോ. പ്രിയങ്ക, ഞാൻ എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ? എന്റെ ജീവനേക്കാളും ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും. അതെ, എന്റെ വിഷമങ്ങൾ മാറാൻ തന്റെ ഒരു ചിരി മതി. എത്ര തളർച്ചയെന്നും ഞാനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ തന്റെ ഒരു നോട്ടം മതി. താൻ നോക്കിക്കോ, ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ തരും. എന്റെ കൂടെയുള്ള ജീവിതം സ്വർഗം തന്നെയാണെന്ന് ഞാൻ തന്നെ കൊണ്ട് പറയിപ്പിക്കും. ഐ ലവ് യു പ്രിയങ്ക. അപ്പോഴും പ്രിയങ്ക തിരിഞ്ഞൊന്നും നോക്കുന്നില്ല. അപ്പോഴും വരുൺ ഇങ്ങനെ പറയും, അതെ ഇനിയും നാണിച്ച് നമുക്കിടയിലുള്ള ഇനിയൊരു മുഖപടം വേണ്ട എന്ന് പറഞ്ഞ് വരുൺ പ്രിയങ്കയുടെ അടുത്തേക്ക് നീങ്ങിയിരിക്കുക. എന്നിട്ട് പതിയെ ആ സാരിയുടെ തുമ്പങ്ങ് മാറ്റുമ്പോ അവിടെ ഇരിക്കുന്നത് ഒരു ബൊമ്മയാണ്. വരുൺ അങ്ങ് പേടിച്ച് നിലവിളിക്കുന്ന ശബ്ദം കേട്ട് മുത്തശ്ശിയും അമ്മയും ബൈജുവും അവിടെ എല്ലാരും കൂടി കൈയടിച്ചോണ്ട് ഡോറും തുറന്ന് ഓടി വരും. വരുൺ ഇപ്പോഴും ആ ഞെട്ടിലും മാറിയിട്ടില്ല. മുത്തശ്ശിക്കും, എന്താടാ നിനക്ക് ഇപ്പോഴേ കണ്ണ് കാണാതായോ? എന്നു മുതലാ ഇങ്ങനെ പ്രതിമയോടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? വരുണ് ദേഷ്യം വരും. ബൈജുവിന്റെ അടുത്തേക്കും, ആര് പറഞ്ഞിട്ടാ നീ എന്നെ റൂമിലേക്ക് കയറ്റി വിട്ടത്? അപ്പോഴും അമ്മയും മുത്തശ്ശിയൊക്കെ പൊട്ടിച്ചിരിക്കുക. മുത്തശ്ശിയും, നിനക്ക് നിന്റെ പെണ്ണിനോട് എത്ര സ്നേഹം ഉണ്ടെന്ന് ഞങ്ങളൊന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചതാ. നീ അവളെ എങ്ങനെയാ നോക്കാന്ന് ഞങ്ങൾക്കൊന്നും അറിയണ്ടേ? വരുണിന്റെ അമ്മ പറയും, അതെ ഈ കുട്ടിക്കളിയിലെ എനിക്ക് പങ്കില്ല കേട്ടോ, ഇത് നിന്റെ മുത്തശ്ശി മാത്രമായിട്ട് ചെയ്തതാ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടെ അങ്ങ് ചിരിക്കുമ്പോ വരുൺ പറയും, എന്റെ മുത്തശ്ശി കഷ്ടമുണ്ട് കേട്ടോ, ചുമ്മാ ഞാൻ ഇത്രയും സമയം വാചകം അടിച്ചതൊക്കെ വെറുതെ ആയില്ലേ? അല്ല നിങ്ങളെല്ലാരും കേട്ടോ അതൊക്കെ? അമ്മ പറയും, കേട്ടു, ഞങ്ങളെല്ലാരും കേട്ടു എന്ന് പറഞ്ഞങ്ങ് പൊട്ടിച്ചിരിക്കുമ്പോ വരുൺ പറയും, അയ്യോ അല്ല നിങ്ങൾ മാത്രമായിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? കല്യാണത്തിന് വന്ന എല്ലാരും കൂടെ വിളിച്ചോണ്ട് വരായിരുന്നല്ലോ. അപ്പോഴും മുത്തശ്ശി പറയും, ദേഷ്യമൊന്നും വേണ്ടടാ, മുത്തശ്ശിക്കൊരു തമാശ കളിക്കാൻ നിന്നോടല്ലേ പറ്റൂ. എന്നാ പിന്നെ മോന്റെ മണിയറയിൽ ചെന്നിരിക്കേ, മുത്തശ്ശി എങ്കേ കുട്ടി അങ്ങോട്ട് വരാം. അപ്പൊ വരുൺ അറിയും, ഓ ഇനി എന്നിട്ട് അടുത്ത പ്രതിമയായിട്ട് വരാനായിരിക്കും അല്ലേ? അമ്മ കളിയാക്കിക്കൊണ്ട് വരും, അതിനി ഇവിടെ വേറെ പ്രതിമ ഇല്ലല്ലോ. അപ്പോഴും മുത്തശ്ശിയും അമ്മയൊക്കെ ചിരിക്കുമ്പോ വരുൺ പറയും, എന്റെ മുത്തശ്ശിയെ ശരിയാക്കി തരാട്ടോ, ഇതിനുള്ളത് ഞാൻ തരാം, ചുമ്മാ ഒന്ന് വാട ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വരുണിനടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ വക്കീലുമായിട്ട് സംസാരിക്കണേ. അങ്ങനെ വക്കീലോയ്ക്കും അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് ഐശ്വര്യ പറയുന്നത് സത്യമാണ്, അതോ വെറും തോന്നലോ? ഐശ്വര്യ പറയും, തോന്നലല്ല, ഞാൻ വ്യക്തമായി കണ്ടതാ, ശ്യാമയുടെ അതേ രൂപം, അതേ ഛായ, എനിക്ക് ഉറപ്പാ അത് ശ്യാമയുടെ മകള് തന്നെയാ. വക്കീല് പറയും, എന്ന് വെച്ചാ കൊല്ലാൻ ഏൽപ്പിച്ചവര് അത് ചെയ്തില്ല അല്ലെ? ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദുഷ്ടന്മാരുടെ മനസ്സലിഞ്ഞതും വെറുതെ വിട്ടതും പിന്നീട് അവരെ ചോദ്യചിഹ്നമായിട്ട് മുന്നിൽ വന്നു നിന്നതൊക്കെ. ഐശ്വര്യ പറയും, മാഡം ഞാനും ശ്യാമയും തമ്മിലുള്ള കരാറ് മാഡത്തിന് അറിയാലോ. ശ്യാമയുടെ സമ്പത്ത് മുഴുവൻ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ശ്യാമ എന്റെ പേരിൽ എഴുതി വെച്ചതാ. മാഡത്തിന്റെ സീനിയർ തന്നെയാ അതിനുവേണ്ട പേപ്പേഴ്സ് ഒക്കെ തയ്യാറാക്കിയത്. അതിനെന്തെങ്കിലും ഒരു മാറ്റം? വക്കീല് പറയും, ലുക്ക് ഐശ്വര്യ, ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചിരുന്നു. ഐശ്വര്യ പറയുന്നത് പോലെ ശ്യാമയുടെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ശ്യാമയും ഐശ്വര്യയും തമ്മിലുള്ള കരാർ അനുസരിച്ച് ശ്യാമയുടെ സമ്പത്ത് ഐശ്വര്യക്ക് കൈകാര്യം ചെയ്യാവുന്നത് ശ്യാമയുടെ മകൾ പ്രായപൂർത്തിയാവുന്നത് വരെയാണ്. കുഞ്ഞിനെ കാണാതായിട്ട് മോർ ദാൻ 20 years. ദാറ്റ് മീൻസ് അവകാശങ്ങളെല്ലാം ഐശ്വര്യയുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ഐശ്വര്യ പറയും, എന്റെ ചോദ്യം അതല്ല. സ്റ്റിൽ ആളുകൾക്ക് മുന്നിലെ ശ്യാമയുടെ മകൾ ജീവനോടെ ഇല്ല. ഏതെങ്കിലും രീതിയിൽ അവളെ കണ്ടെത്തുന്നതിന് മുമ്പ് എനിക്ക് ഈ സമ്പത്തൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഞാൻ നിശ്ചയിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യം നടന്നാൽ ശ്യാമയുടെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നില്ലെന്ന് ഐശ്വര്യ പ്രൂവ് ചെയ്യണം. തനിക്കതിന് സാധിക്കോ? ഐശ്വര്യ പറയും, അതിനല്ലേ ഞാൻ മാമിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. വക്കീല് പറയും, നിയമപ്രകാരം ഒന്നും നടക്കില്ല, നിയമത്തിന് അപ്പുറത്താണെങ്കിൽ എന്തു നടക്കും? ശ്യാമയുടെ മകൾ ജീവനോടെ ശ്യാമയുടെ മുന്നിലെത്തിയ ഐശ്വര്യ പിന്നെ ഒരു ബിഗ് സീറോ ആണ്. എന്നാൽ ആ മകളെ ജീവനോട് ശ്യാമ കാണാതിരുന്ന ഇന്നത്തെ സൗഭാഗ്യങ്ങൾ ഐശ്വര്യയുടെ കൂടെ തന്നെ ഉണ്ടാകും. ഐശ്വര്യ പറയും, കൊല്ലും ഞാൻ അവളെ, എവിടെ ആരൊളിപ്പിച്ചതാണെങ്കിലും തേടി പിടിച്ച് കൊന്നിരിക്കും ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ പറയണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ കണിമംഗലത്ത് ഇപ്പൊ ശരിക്കും വരുൺ മണിയറയിൽ ഇരിക്കണേ. വരുൺ രാധിക ആദ്യമായി കണ്ടതും പിന്നെ അമ്പലത്തിൽ പോയപ്പോ ആ തുളസിമാല രണ്ടുപേരുടെ കഴുത്തിലേക്ക് വീണതും അങ്ങനെ രാധയെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് നല്ല സന്തോഷത്തില് രാധികനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോഴായിരിക്കും ഡോർ തുറന്ന് പ്രിയങ്ക വരുന്നത്. ആദ്യം വരുൺ കാലുകളിലേക്കാ നോക്കുന്നത്. അങ്ങനെ പ്രിയ അടുത്ത് വരുന്നത് വരെ വരുൺ മുഖത്തേക്ക് നോക്കുന്നില്ല, ഇങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ് അവിടെ. അപ്പോഴേക്കും പ്രിയ പാലുമായിട്ട് അടുത്ത് വന്ന് നിൽക്കുക. പ്രിയ പാല് കൊടുക്കുമ്പോ വരുൺ അങ്ങനെ വാങ്ങിക്കാനായിട്ട് മുഖത്തേക്ക് നോക്കുക. പ്രിയനെ കാണുന്നതും വരുൺ ഞെട്ടിലോട് കൂടി എഴുന്നേൽക്കും. നീ ആരാ? നീ എന്തിനാ എന്റെ മുറിയിലേക്ക് വന്നത്? ഞാൻ ആരെന്നോ? ഞാൻ പ്രിയങ്ക. വരുൺ പറയുന്നേ, വെറുതെ എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട, നീ പ്രിയങ്കയൊന്നുമല്ല. പ്രിയങ്ക പറയും, എന്തു പറ്റി? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? വരുൺ പറയും, നീ എന്റെ പ്രിയങ്ക അല്ലെന്ന്
എന്ന് പറഞ്ഞ് ഉച്ചത്തില് ദേഷ്യത്തില് സംസാരിക്കുക. പ്രിയങ്ക ഞെട്ടും. ദാ എല്ലാവരും കൂടെ വേഷം കെട്ടി വിട്ടതാ നിന്നെ വീണ്ടും എന്നെ പറ്റിക്കാൻ. പ്രിയ പറയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വരുൺ പറയും ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നെയല്ല, ഞാൻ താലി കെട്ടിയതും നിന്നെയല്ല, നീ ഒന്ന് പുറത്തു പോ. പ്രിയ പറയും താലി കെട്ടിയത് എന്നെ തന്നെയാ, കണിമംഗലത്തുകാര് വന്ന് കണ്ടതും ഇഷ്ടപ്പെട്ടതും വിവാഹം ഉറപ്പിച്ചതും എന്നെ തന്നെയാ. ദേ വെറുതെ എന്നെ ടെൻഷനാക്കാൻ നോക്കണ്ട. വരുൺ പറയും ദേ നീയാ ഇപ്പോ എന്നെ ടെൻഷനാക്കുന്നത്, നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല, നിന്നെ ഇങ്ങോട്ട് വേഷം കെട്ടി അയച്ചവരോട് ഞാൻ സംസാരിച്ചോളാം. പ്രിയ അങ്ങ് പേടിച്ചു. വരുൺ ചോദിക്കും അല്ല നാണില്ലേടോ തനിക്ക്? ഒരാൾ അയാളുടെ മണിയറയിലെ എത്രയോ സ്വപ്നം കണ്ടായിരിക്കുന്നത്, അതിന് ഇടയിലേക്ക് ഒരു ബന്ധവുമില്ലാതെ നീ കയറി വരാന്ന് വെച്ചാ പ്രിയയ്ക്കും വരുൺ എന്തൊക്കെയാ പറയുന്നേ? വരുൺ പറയും വിളിക്കരുത്, നിന്നെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല, ഇവിടെ എന്തോ ചതി നടന്നിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ് വരുൺ അവിടുന്ന് പോവാ. പ്രിയ ആകെ പേടിക്കും. എന്തു പറ്റി? താലി കെട്ടിക്കഴിഞ്ഞപ്പോ ചേച്ചിയുടെ മുഖം കണ്ടു കാണോ എന്നൊക്കെയാണ് പ്രിയ ചിന്തിക്കുന്നത്. അപ്പോഴേക്കും വരുൺ താഴേക്ക് ഇറങ്ങി വരിക. മുത്തശ്ശി എടാ ബിജു എന്നൊക്കെ വിളിച്ചിങ്ങനെ ബഹളം വെക്കണേ. അപ്പോഴേക്കും പ്രിയയും മുകളിൽ നിന്നിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ വരുണിന്റെ ശബ്ദം കേട്ട് മുത്തശ്ശി അങ്ങോട്ട് വരിക. എന്താ മോനെ? ബിജു വരും. അവരും ചോദിക്കും രണ്ടുപേരും കൂടെ എന്നെ കളിപ്പിച്ച് കഴിഞ്ഞില്ല അല്ലേ? ഏതാ എന്റെ ബെഡ്റൂമിലേക്ക് കയറി വന്നിരിക്കുന്ന പെണ്ണ്? മുത്തശ്ശി പറയും അത് പ്രിയങ്ക. വരുൺ ചോദിക്കും പ്രിയങ്കയോ? അല്ല അത് പ്രിയങ്കയൊന്നും അല്ല, ദേ പാവക്കുട്ടിയെ വേഷം കെട്ടി മുറിയിൽ ഇരുത്തിയതുപോലെ ആരെയോ മുറിയിലേക്ക് കയറ്റി വിട്ടിരിക്കുക, അവളോട് എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ. ഇത് കേൾക്കുന്ന മുത്തശ്ശിയും ബിജുവും ഞെട്ടാണ്. അവരിങ്ങനെ പരസ്പരം നോക്കുക. എല്ലാം കേട്ട് പ്രിയയും മുകളിൽ നിൽപ്പുണ്ട്. ബിജുക്കും അല്ല കണ്ണിതുവരെ ശരിയായില്ലല്ലേ? വരുൺ പറയും ഡാ നീ മിണ്ടാതിരിക്കി, എന്റെ ബെഡ്റൂമിൽ വന്ന് കയറിയവളെ ഞാൻ താലി ചാർത്തിയ പെണ്ണല്ല. പ്രിയയും ആകെ ഞെട്ടുന്നുണ്ട്. മുത്തശ്ശിക്കും എന്തൊക്കെയാടാ നീ പറയുന്നത്? ഞാൻ പറയുന്നത് മുത്തശ്ശി ഒന്ന് വിശ്വസിക്കേ. അപ്പോഴേക്കും അച്ഛനും അമ്മയും സൂര്യയും കണിമംഗലത്തുള്ള എല്ലാവരും വരിക. അങ്ങനെ അച്ഛൻ വന്നിട്ടേക്കും എന്തു പറ്റി? മുത്തശ്ശി പറയും വേറെ ഒന്നുമല്ല, ഞാനൊന്ന് കളിപ്പിച്ചല്ലോ, എന്നാ പിന്നെ നമ്മളെയൊക്കെ കളിപ്പിക്കാന്ന് അവനും തീരുമാനിച്ചു. വരുൺ പറയുന്നേ ഞാൻ കളി പറയുന്നൊന്നല്ല, ഞാനൊരു പെൺകുട്ടിയെ കണ്ടു, അവളെ ഇഷ്ടപ്പെട്ടു, അവളുടെ കഴുത്തിൽ താലി ചാർത്തി, അതൊക്കെ സത്യമാണ്. പക്ഷേ എന്റെ ബെഡ്റൂമിൽ വന്നു കയറിയ ആ പെണ്ണ് അത് പ്രിയങ്കയല്ല, ദേവനാരായണൻ തിരുമേനിയുടെ മകളും അല്ല. ഇതെല്ലാം കേൾക്കുന്ന എല്ലാവരും പരസ്പരം നോക്കുക ഒരു ഞെട്ടലോടെ. അച്ഛൻ ചോദിക്കും എന്താടാ പറ്റിയത് നിനക്ക്? എന്ത് ഭ്രാന്താടാ നീ വിളിച്ചു പറയുന്നത്? പ്രിയാണെങ്കിൽ ടെൻഷനോട് കൂടി മുകളിൽ നിൽപ്പുണ്ട്. വരുൺ പറയും അച്ഛാ ഞാൻ പറയുന്നത് സത്യമാ. അമ്മയ്ക്കും എന്ത് സത്യം? പ്രിയങ്കയെ തന്നെയല്ലേ നീ മണ്ഡപത്തിൽ വെച്ച് കണ്ടത്? പ്രിയങ്കയുടെ കൈ പിടിച്ചല്ലേ കതിർ മണ്ഡപത്തിൽ നീ നടന്നത്? അവൾക്കല്ലേ നീ പുടവ കൊടുത്തത്? അവളുടെ കഴുത്തിലല്ലേ നീ താലി കെട്ടിയത്? അതിനൊക്കെ സാക്ഷിയായി നിന്നത് ഞങ്ങളല്ലേ? വരുൺ പറയും ഹോ എന്റെ അമ്മേ, നിങ്ങളോടൊക്കെ ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? സൂര്യ പറയും ഡാ വെറുതെ എല്ലാവരെയും ടെൻഷൻ ആക്കല്ലേ. വരുൺ ചോദിക്കും അല്ല എന്റെ ടെൻഷൻ എന്താ നിങ്ങളാരും മനസ്സിലാക്കാത്തത്? എനിക്ക് പരിചയമില്ലാത്ത ഒരുത്തിയായിട്ട് ഞാൻ എങ്ങനെയാ റൂമിൽ കഴിയുന്നത്? അവളോട് ഞാൻ സംസാരിച്ചിട്ടില്ല, അവളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും. എന്ന കൽപ്പനയ്ക്ക് സന്തോഷാവും, ഉർവശിക്കും ചെറിയച്ഛനൊക്കെ. അങ്ങനെ ചെറിയച്ഛൻ പറയും ഏട്ടാ വരുൺ ഇങ്ങനെ ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ അതില് എന്തെങ്കിലും കാര്യം കാണുമല്ലോ, അത് വിശദമായിട്ട് അവനോട് ചോദിക്കേ. വരുൺ പറയും അതെ. കൽപ്പന പറയും കല്യാണ മണ്ഡപത്തിലെ എന്തോ തിരിമറി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഞാൻ വരുണിന്റെ കൂടെ നിൽക്കൂ. അവിടെ ഒരു ചെറുക്കനുണ്ടായിരുന്നല്ലോ, തിരുമേനിയുടെ കുടുംബക്കാരുടെ കൂടെ നിന്നവർ, വധു മാറിപ്പോയെന്ന് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. ആ സമയത്ത് എല്ലാവരും അതിങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ വരുൺ ആ സമയത്ത് കണ്ണ് കാണുന്നില്ലെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ. നന്ദൂട്ടൻ രാധികയുടെ അടുത്ത് നിന്നിട്ട് അതെ പെണ്ണ് മാറിപ്പോയി എന്ന് ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ആ ഒരു സംഭവം ആലോചിക്കുക. ആ പയ്യൻ എന്താ പറഞ്ഞത് എന്ന് നോക്കുമ്പോ പ്രിയയുടെ മുത്തശ്ശി പറയല്ലോ അത് ബുദ്ധിയില്ലാത്ത ചെറുക്കന, നിങ്ങൾ ഇറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് വേഗം അവിടുന്ന് പോവാൻ പറഞ്ഞതൊക്കെ. അങ്ങനെ വരുൺ പറയും യെസ് ആ ചെറുക്കൻ പറഞ്ഞതാ സത്യം. മുത്തശ്ശി പറയും അതൊരു ബുദ്ധിയില്ലാത്ത ചെറുക്കനാണെന്ന് അവരപ്പൊ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ഉർവശി വയ്ക്കും അമ്മേ നമ്മളിപ്പോ എവിടെയോ കേൾക്കുന്ന ചെറുക്കനെയാണ് വിശ്വസിക്കേണ്ടത് അതോ വരുണിനെയോ? മുത്തശ്ശി പറയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വരുൺ പറയും ഞാൻ മനസ്സിലാക്കി തരാം, ഇപ്പൊ തന്നെ മനസ്സിലാക്കി തരാം. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണിനെ വിവാഹ വേഷത്തിൽ ഞാൻ കണ്ടതാ, നിങ്ങൾ ആരും അറിയാതെ ഞാൻ അവളുടെ ഫോട്ടോസ് എടുത്തിരുന്നു. ആ ഫോട്ടോസ് എന്റെ ക്യാമറയിലുണ്ട്, ഞാനത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വരുൺ മുകളിലേക്ക് പോവാണേ. വരുൺ വരുന്നത് കാണുമ്പോ പ്രിയങ്ക വേഗം റൂമിലേക്ക് കയറിക്കാളും. താഴെയാണെങ്കിൽ എല്ലാരും ടെൻഷനല്ലേ. എന്നാ കൽപ്പനയ്ക്ക് ഭയങ്കര സന്തോഷാ. എല്ലാവരും കൂടെ ആശിച്ചു മോഹിച്ചൊരു കല്യാണം നടത്തിയിട്ട് ആദ്യരാത്രി ഏതായാലും കൊള്ളാം. അപ്പോഴേക്കും വരുൺ ക്യാമറ എടുത്തു വരിക. ആരാ മണവാട്ടിന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വരുൺ ക്യാമറ ഓണാക്കാൻ തുടങ്ങുക. പ്രിയങ്ക വീണ്ടും മുകളിൽ നിന്ന് നോക്കുന്നുണ്ട്. പ്രിയങ്ക ആകെ ടെൻഷനോടെ നിക്കണേ. അങ്ങനെ വരുൺ ആ ഫോട്ടോസ് നോക്കുക. എന്നാ ഫോട്ടോസ് കാണുന്നില്ല. സോന അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അച്ഛൻ ചോദിക്കും എവിടെ കാണിക്ക്. വരുൺ പറയും ഇതിലുണ്ടായിരുന്നു, അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി, ഇതാരോ കരുതി കൂട്ടി ചെയ്തിരിക്കുന്നതാ. അപ്പൊ കൽപ്പന പറയും അങ്ങനെ വിട്ടാ പറ്റില്ല, വരുൺ പറഞ്ഞത് കാര്യമാണോ അല്ലയോ എന്ന് നമുക്ക് ഇപ്പൊ തന്നെ തെളിയിക്കാലോ.
അവളെ വിളിക്കേ, അവളോട് ചോദിച്ചാൽ സത്യം അറിയാലോ. അത് കേൾക്കുമ്പോ അച്ഛൻ പറയും, കൽപ്പന അതിരുവിട്ട് സംസാരിക്കരുത്. മനസ്സ് നിറയെ സ്വപ്നങ്ങളായിട്ട് ഒരു പെൺകുട്ടി മണിയറയിലേക്ക് കയറി വന്നിരിക്കുക. അവളോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? ഉർവശി പറയും, ഇത് പരിഹരിക്കണ്ട ഏട്ടാ. എന്നാ പിന്നെ ഏട്ടൻ ദേവനാരായണൻ തിരുമേനിയോട് വരാൻ പറയൂ, അയാൾ പറയട്ടെ ഇതിനുത്തരം എന്താണെന്ന്. ചന്ദ്രശേഖരൻ പറയും, ഏട്ടൻ എന്തിനാ മടിക്കുന്നത്, അങ്ങനെ വിളിച്ചു വരാൻ പറയൂ. വരുൺ പറയും, ദേ ആര് വിളിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളിപ്പോ എന്റെ ബെഡ്റൂമിലേക്ക് കയറ്റിവിട്ട പെണ്ണുമായിട്ട് ഞാൻ ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല. പ്രിയ ആകെ പേടിക്കും. മുത്തശ്ശിയും ബൈജുവും അച്ഛനും അമ്മയൊക്കെ ഞെട്ടുണ്ട്. സൂര്യക്ക് കൽപ്പനയ്ക്ക് ഭയങ്കര സന്തോഷം. സൂര്യക്കും, അച്ഛാ നമ്മളിപ്പോ എന്താ ചെയ്യാ? അച്ഛൻ പറയും, ദേവനാരായണൻ തിരുമേനിയെ വിളിച്ചു വരുത്താൻ പറ്റില്ല. പ്രിയങ്കയെ ചോദ്യം ചെയ്യുന്ന പ്രശ്നമില്ല. അമ്മേ, പാരമ്പര്യം അനുസരിച്ച് വരുണിന്റെ വധുവിന് ഇട്ടുകൊടുക്കേണ്ട വള അമ്മയല്ലേ ഇട്ടുകൊടുത്തത്? അതാർക്കായിരുന്നു? ആ സമയം മുത്തശ്ശി അത് രാധികയ്ക്ക് ഇട്ടുകൊടുത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ശേഷം അതൂരി പ്രിയയുടെ കയ്യിൽ ഇട്ടുകൊടുത്തതും എന്നിട്ട് പറയും, അത് ഇവിടെയുള്ള പ്രിയങ്കയ്ക്ക് തന്നെ. വരുൺ അങ്ങനെ ഞെട്ടും. അങ്ങനെ അച്ഛൻ വരുണിന്റെ അമ്മയോട് വയ്ക്കും, വരുണിന്റെ വധു ആകാൻ പോകുന്ന പെൺകുട്ടിയുടെ കയ്യില് മൈലാഞ്ചി ഇട്ട് കൊടുത്തത് നീയല്ലേ, അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? അമ്മയും പറയും, ഇല്ലാന്ന്. അപ്പോഴും വരുൺ ഞെട്ടും. മഞ്ഞൾ കല്യാണം എന്നും പറഞ്ഞ് ഇവിടുന്ന് പോയത് നിങ്ങളൊക്കെ കൂടിയല്ലേ? അന്ന് നിങ്ങള് വേറെ ഏതെങ്കിലും പെണ്ണിന്റെ കവളത്താണോ മഞ്ഞൾ അണിയിച്ചത്? കൽപ്പന അറിയും, അത് പിന്നച്ചാ. പ്രിയ ആകെ ടെൻഷനിൽ അവിടെ നിൽക്കണേ. വരുണ് വീണ്ടും ഞെട്ടും. അങ്ങനെ അച്ഛൻ പറയും, നിങ്ങൾ എല്ലാവരും കൂടെ ഒരുപോലെ പറയുന്ന ഒരു കാര്യം ഇവൻ മാത്രം മാറ്റി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം വേറെന്തോ ആണ്. അത് ഞാൻ കണ്ടുപിടിച്ചോളാം, പരിഹരിച്ചോളാം. വരുൺ പറയും, അച്ഛാ എന്നെ ഒന്ന് വിശ്വസിക്കേ. അച്ഛൻ പറയും, നീ മിണ്ടരുത്. കണിമംഗലം കുടുംബത്തിന്റെ മേലെ ഒരു പെണ്ണിന്റെയും അവളുടെ കുടുംബത്തിന്റെയും ശാപം വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് എന്റെ തീരുമാനമാ. ഇനി ഈ കാര്യം ആരും ചർച്ച ചെയ്യണ്ട. ഇത്രയും കേൾക്കുമ്പോ പ്രിയ വേഗ റൂമിലേക്ക് പോകും ആശ്വാസത്തോടെ. എന്നാൽ ഇത് കൽപ്പനയ്ക്കും ടീമിനും ഇഷ്ടമായിട്ടില്ല, വരുണിനും ഒട്ടും തന്നെ. വരുൺ ഇങ്ങനെ ആകെ ടെൻഷനോട് കൂടിയാ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. പിന്നെ ഇതിന്റെ പ്രൊമോല് കാണിക്കുന്നത് അച്ഛൻ എല്ലാവരോടും പിരിഞ്ഞു പോവാൻ പറയണേ. ആ സമയം റൂമിലെത്തുന്ന വരുൺ ദേഷ്യത്തോടു കൂടി പ്രിയങ്കയുടെ കഴുത്തിനങ്ങ് അമർത്തി പിടിക്കും. എന്നിട്ട് പിടിച്ചു കട്ടിലേക്ക് ഉന്താണ്. അത്രയ്ക്കും ദേഷ്യത്തോടു കൂടിയാ വരുൺ പ്രതികരിക്കുന്നത്. ഇതേ സമയം കൽപ്പനയും ടീമും അവിടെ ഇരുന്ന് സംസാരിക്കുക. കൽപ്പന പറയും, വരുൺ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഈ പെണ്ണിനെ അല്ലെന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞാൽ. ഉർവശി പറയും, പ്രിയങ്കയെ ഇഷ്ടമല്ലെന്ന് മാത്രമല്ല വെറുപ്പാണെന്നും വ്യക്തമാണ്. അങ്ങനെയൊക്കെ ഇവരും സംസാരിക്കുക. അപ്പൊ ഇനി വരുൺ എന്തായാലും ഒരിക്കലും പ്രിയനെ സ്നേഹിക്കില്ല. സത്യം കണ്ടെത്താൻ വരുൺ തന്നെ ഇറങ്ങിത്തിരിക്കുകയായിരിക്കും. അപ്പൊ എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് അറിയാം. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്